ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് ബസ് ഉടമകൾ. യാത്രക്കാരുടെ ദുരിതം നമുക്ക് അവരോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് അറിയാം. കഴിഞ്ഞ കൊല്ലത്തിൽ ഇവിടുത്തെ MLA റോഡ് പണി കഴിഞ്ഞു പുള്ളിക്കാരൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതായാണ്. ഒരു കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലം കഴിഞ്ഞു, ഒന്നും തരില്ല. ഇപ്പോൾ ഇവിടെ വരോട് അത്താണി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കണ്ണോളം ഭാഗത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വരാനായാലും വണ്ടികൾക്ക് വരാനായാലും വളരെയധികം ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ട് ഞങ്ങളത് മുനിസിപ്പാലിറ്റി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി വന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പരിഹാരം കാണുന്ന സംശയമാണ്. എന്താ വെള്ളക്കെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങേപ്പുറത്തോട് ചാല് എടുത്തിട്ട് തോട്ടിൽ പറഞ്ഞു. അത് മുന്നേ ഒരു ചാലുണ്ടായിരുന്നു. റോഡ് പണിക്കാർ ആ ചാല് തൂർത്ത് പുറത്തോട് അവരെ റോഡ് പണിക്കാർ ചാല് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി. അത് കാരണമാണ് വെള്ളക്കെട്ട് അവിടെ നിൽക്കുന്നത്. ഇങ്ങേപ്പുറത്ത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമക്കാർ മണ്ണ് തൂർത്ത് ഫില്ല് ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ ജനങ്ങളും ഇതാവുന്നത്. അതായത് അവിടുത്തെ വീട്ടിലുള്ള കിണറുകൾ കഴിഞ്ഞ് അടുത്ത വെള്ളം കയറിയിട്ട് കുടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ കൂടി ആയിട്ട് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മെയിൻ്റനൻസ് കൂടുതലാണ്, ബാധിക്കുന്നുണ്ട്, ഫീസ് കൂടുതലാണ്. നല്ല ഇടങ്ങാറാണ്, ബുദ്ധിമുട്ടാണ്. 2 വർഷമായി തുടങ്ങിയിട്ട്. അത് കാരണം കൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തിൽ നിർത്തുകയാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. മോശം യാത്ര ചെയ്യാൻ പറ്റില്ല. അതായത് വണ്ടികളുടെ സമയത്തിൽ ഓടിയെത്തണില്ല. അതിന്റെ മേലെ സമരം അങ്ങനെയല്ല. വയലമാർക്ക് വയനാനം ഒന്നുമില്ല, കള്ളാസ് മാത്രമല്ലോ. ഡീസൽ കൂടുതൽ, മെയിൻ്റനൻസ് കൂടുതൽ, ലീഫ് പോട്ട്, പറിച്ചു പോട്ട്, വണ്ടി ഓടിയെത്തണില്ല. ചെർപ്പശ്ശേരി റോഡ് ഇത്രയും മോശമായിട്ടൊരു 2 വർഷമായി. ഇതിൽ ഇപ്പോൾ ഒന്നാമത് വയ്യാണ്ടായി പോവാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് യാത്രക്കാർക്കും ആണെങ്കിലും ക്ഷീണമാണ്. വണ്ടിക്ക് ഒരുപാട് മെയിൻ്റനൻസ് വരികയാണ്. ഓരോ ആഴ്ചയിലും ആദ്യമൊക്കെ ഒരു 100-200 രൂപയിലൊക്കെ കഴിഞ്ഞിരുന്ന മെയിൻ്റനൻസ് ഇപ്പോൾ ലക്ഷങ്ങളുടെ അടുത്ത് വരികയാണ് ഒരു മാസം. സമരത്തിനോട് പോകുന്നതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോണത്. ഓരോ ദിവസത്തെ ശമ്പളം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ജനങ്ങൾക്ക്, സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ വിഷമമാണ്. ഇവരൊക്കെ ഞങ്ങളോട് സങ്കടം പറയുന്നുണ്ട്. സമരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു സമരത്തോടല്ലാതെ ഈ റോഡ് നേരെ കിട്ടാൻ തോന്നണില്ല. ആർക്കും പറ്റാതെ ആയിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഡ്രൈവർമാരും കണ്ടക്ടർമാരും വണ്ടിയിലെ പണിക്കാരൊക്കെ ആകെ ക്ഷീണിച്ചു പോവുകയാണ്. യാത്രക്കാർക്ക് പറയാനുള്ളത് തന്നെയാണ് നമുക്കും അധികാരികളോട് ചോദിക്കാനുള്ളത്. എന്ന് തീരും ഈ ദുരിതം? സജിൻ പത്മനാഭൻ, മലബാർ ന്യൂസ്, ഒറ്റപ്പാലം.